ഹലോ വെൽക്കം ബാക്ക്. ഞാൻ അൽ ഹസൻ. വെൽഡ് സ്ലോപ്പ് ആൻഡ് റൊട്ടേഷൻ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. വെൽഡിൻ്റെ ചരിവും റൊട്ടേഷനും. അപ്പോൾ ക്ലാസ് വളരെ സാവധാനത്തിലാണ് പോകുന്നത് എന്ന് എനിക്കറിയാം. നമ്മുടെ ഒരു എവിടെയും എത്തിയിട്ടില്ല. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്പർ ഓഫ് വ്യൂസ് തന്നെയാണ്. എല്ലാവരും കൺഫർമേഷൻ വരട്ടെ അല്ലെങ്കിൽ എക്സാം ഡേറ്റ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും കൂടുതൽ വ്യൂസും അല്ലെങ്കിൽ കൂടുതൽ വ്യൂസ് എന്ന് പറയുമ്പം ഒരു കുറച്ച് പേരെങ്കിലും അതിലേക്ക് എത്തുമ്പോഴും അല്ലെങ്കിൽ ക്ലാസ്സുകൾ കാണുമ്പോഴും ഒക്കെയാണ് നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. ഇപ്പൊ എന്നിരുന്നാൽ കൂടി ഡെയിലിയുള്ള ക്വസ്റ്റ്യൻസിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ വളരെയധികം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പം ആ ക്വസ്റ്റ്യനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ ഒരു ക്ലാസ് ബേസ് ചെയ്തുകൊണ്ടാണ് 10 ചോദ്യങ്ങൾ വന്നുകൊണ്ടിരുന്നത്. കാരണം അതിനനുസരിച്ച് നമ്മുടെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു വ്യൂസോ കാര്യങ്ങളോ ഒന്നും, അതായത് നമ്മുടെ മെമ്പേഴ്സ് പോലും ഇപ്പം എന്ത് ചെയ്യുന്നു, എല്ലാവരും അതിലേക്ക് ഫോക്കസ് കൊടുക്കാത്തത് കൊണ്ട് കൺഫർമേഷൻ വരട്ടെ എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കരുതി എന്നിരുന്നാലും ഇപ്പോൾ എന്ത് ചെയ്യാം, ചെറിയ രീതിയിൽ മുന്നോട്ട് ചെറിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് പോകാം. പക്ഷേ അപ്പോൾ കൃത്യമായിട്ട് നന്നായിട്ട് ഫോളോ ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്, ഇത് റിവിഷനായിട്ട് കാണുക കേട്ടോ. ഇത് റിവിഷനായിട്ട് കാണുക. നിങ്ങൾ വളരെ വേഗത്തിൽ ചാപ്റ്ററുകൾ ഫോളോ ചെയ്ത് പോവുക. നമ്മുടെ ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒക്കെ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ചോദ്യങ്ങളും ബാക്കിയെല്ലാം പ്രീവിയസ് പല സെൻട്രൽ ഗവൺമെൻറ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. 100% നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് വളരെ യൂസ്ഫുൾ ആണ്. ആ ചോദ്യങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ എക്സാംസിന് വരുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുവാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാംസിന് അത് കാണുക തന്നെ ചെയ്യും. 100% ഗ്യാരണ്ടി തരാനായിട്ട് എനിക്ക് പറ്റും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഓരോ ദിവസവും നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ആദ്യമായിട്ട് എന്താണ് ഇവിടെ പറയുന്നത്, വ്യത്യസ്ത വെൽഡ് സ്ലോപ്പുകളെക്കുറിച്ചും റൊട്ടേഷനെക്കുറിച്ചും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പിന്നെ വെൽഡ് പൊസിഷൻസ് വിത്ത് റെസ്പെക്ട് സ്ലോപ്പ് ആൻഡ് റൊട്ടേഷൻ ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. ഇതാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ ഒരു 4 വെൽഡിംഗ് പൊസിഷൻ അതിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്? ആഹാ, ഇത്രയും ആഹ്, ഇങ്ങനെയാണ് ഈ ചോദ്യം വരുന്നത് എന്ന് മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. വെൽഡ് പൊസിഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 എണ്ണമാണ്. ഫ്ലാറ്റ്, ഡൗൺ ഹാൻഡ്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഓവർഹെഡ്. അപ്പോൾ ചോദ്യങ്ങൾ വരുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ ഇതിൽ എന്താണ് 3 ഓപ്ഷൻസിൽ ഏതിൽ 3 എണ്ണം ഉണ്ടാകും, ഒരെണ്ണം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എത്ര പൊസിഷൻസ് ഉണ്ടാവും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എല്ലാ വെൽഡിംഗ് പ്രക്രിയകളും എന്ത് ചെയ്യാം, ഈ 4 പൊസിഷനിൽ ഏതെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഈച്ച് ഓഫ് ദീസ് പൊസിഷൻ ക്യാൻ ബി ഡിസൈഡ് ബൈ ദ ആംഗിൾ ഫോംഡ് ബൈ ദ ആക്സിസ് ഓഫ് ദ വെൽഡ് ആൻഡ് ദ വെൽ ഫേസ് വിത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പെൻ റെസ്പെക്റ്റീവ്ലി. അതിപ്പോൾ വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിതിൽ ഏത് പൊസിഷൻ വേണമെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ആക്സിസ് ആ വെൽഡിൻ്റെത്, ഈ ആക്സിസ് ഓഫ് വെൽഡും അതുപോലെ തന്നെ ഫേസ് ഓഫ് വെൽഡും കൂടിയിട്ട് ചേരുമ്പോൾ രൂപപ്പെടുന്ന ഒരു ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ആക്സിസ് ഓഫ് വെൽഡ് എന്ന് പറയുന്നത്? ഒരു ഒരു ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ദേ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ഇങ്ങനെ വെൽഡ് ചെയ്ത് പോയിരിക്കുകയാണ്. സോ അത്തരത്തിൽ വെൽഡ് ചെയ്ത് പോയിട്ടുള്ള ആ ഒരു വെൽഡിൻ്റെ ആ ഒരു സെൻറ്ററിൽ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു സാങ്കല്പികമായിട്ട്, അതായത് ഇവിടെ ഓൾറെഡി ഒരു വരയൊന്നും ഇല്ല, പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ് ഇവിടെ ഒരു വരയുണ്ട്. നിങ്ങൾ ചിന്തിക്കുകയാണ്, ആഹാ, ഇതുവഴി ഒരു വര കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ കടന്നു പോയിട്ടുണ്ട് എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു ഇമാജിനറി ലൈനെയാണ്, ആ ഒരു സാങ്കല്പിക രേഖയാണ് എന്തിൻ്റെ കൂടെ, വെൽഡ് സെന്റർ ലെങ്ത് വൈസ് ഈസ്, അങ്ങനെ ലെങ്തിലൂടെ വെൽഡിന്റെ സെന്ററിൽ കൂടെ ആ നീളത്തിൽ കടന്നു പോയിട്ടുള്ള ഒരു സാങ്കല്പിക രേഖയെ ആക്സിസ് ഓഫ് വെൽഡ് എന്ന് പറയാനായിട്ട് പറ്റും. ഇത്തരത്തിലുള്ള ഒരു ആക്സിസ് ഓഫ് വെൽഡും ഫേസ് ഓഫ് വെൽഡും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ 4 പൊസിഷനിൽ ഏതാണെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഫേസ് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഫേസ് ഓഫ് വെൽഡ് ഈസ് ദ എക്സ്പോസ്ഡ് സർഫസ് ഓഫ് എ വെൽഡ് മെയ്ഡ് ഇൻ എ വെൽഡിംഗ് പ്രോസസ് ഓൺ ദ സൈഡ് ഫ്രം വിച്ച് ദ വെൽഡിംഗ് ഇസ് ഡൺ. ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് പറഞ്ഞു തരിക, ഞാൻ ചെറിയൊരു നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കാം. വേണ്ട സംഭവം സിമ്പിൾ ആണ്, പക്ഷേ എന്താണ്, പവർഫുൾ ആണ്. ദ ഫേസ് ഓഫ് വെൽഡ് റെഫർ ടു ദ എക്സ്പോസ്ഡ് സർഫസ് ഓഫ് ദ വെൽഡ് ദാറ്റ് യു ക്യാൻ സീ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ വെൽഡിംഗ് പ്രോസസ്. ഇഫ് ഇറ്റ് ഈസ് ദ ടോപ്പ് സർഫസ് ഓഫ് ദ വെൽഡ് ഓൺ ദ സൈഡ് ഫ്രം വെയർ ദ വെൽഡ് പെർഫോംഡ് ടു ദ വർക്ക്, ദിസ് പാർട്ട് ഓഫ് ദ വെൽഡ് ഇമ്പോർട്ട്. സോ അത് പോട്ടെ, അത് വിട്ടേക്കട്ടോ. അപ്പോൾ ഈ പോയിന്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ദ ഫേസ് ഇവിടെ മുതൽ ദേ ഇവിടെ വരെയുള്ള പോയിന്റ് മാത്രം നോക്കിയാൽ മതി. പേടിക്കണ്ട, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള പതിപ്പും ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ. വെൽഡിംഗ് പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന വെൽഡിന്റെ തുറന്ന ഉപരിതലത്തെ വെൽഡിന്റെ മുഖം സൂചിപ്പിക്കുന്നു.
വെൽഡർ ജോലി നിർവഹിച്ച ഭാഗത്ത് നിന്നും വെൽഡിന്റെ മുകളിലെ ഉപരിതലമാണിത്. വെൽഡിന്റെ ഈ ഭാഗം പ്രധാനമാണ്. കാരണം ഇത് പലപ്പോഴും എന്താണ് മിനുസമാർന്നതും തുല്യമൊക്കെ ആയിരിക്കണം. കാരണം ഇത് വെൽഡിന്റെ രൂപത്തെയും ശക്തിയും ബാധിക്കുന്നു. അപ്പൊ അതൊന്നും നോക്കണ്ട. ഇവിടെ വരെ നോക്കുക. എന്താണ് വെൽഡ് ഫേസ് എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലാതെ ഒന്നുമില്ല. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് വെൽഡിന്റെ ചരിവ് നോക്കാം. വെൽഡ് സ്ലോപ്പ് എന്താണെന്ന് നോക്കാം. വെൽഡ് സ്ലോപ്പ് എന്താണെന്ന് നോക്കിയേ. ആ ഫിഗറിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ദ ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ ദ അപ്പർ പോർഷൻ ഓഫ് ദ വെർട്ടിക്കൽ റഫറൻസ്. ഈ വെർട്ടിക്കൽ റഫറൻസിന്റെ അപ്പർ പോർഷന് ഇടയിലുള്ള ആ ഒരു ആംഗിൾ ആണ്. ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ സ്ലോപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ഡെഫിനിഷൻ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാവുന്നതാണ്. ഒന്ന് നോക്കി വെക്കാം. അതെന്താണ് വെൽഡ് സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങ് എഴുതിയാൽ മതി. അതങ്ങ് വെച്ചാൽ മതി. ഓക്കെ. അടുത്തത് വെൽഡ് റൊട്ടേഷൻ ആണ്. ഓക്കെ. അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഫിഗർ നമ്പർ 3ൽ അത് കൃത്യമായിട്ട് വെൽഡ് റൊട്ടേഷൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ അതേ ഫിഗർ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം. നിങ്ങളത് നോക്കിക്കോളുക. വെൽഡ് റൊട്ടേഷൻ, ഇതാണ് വെൽഡ് റൊട്ടേഷൻ. ഫിഗർ നമ്പർ 3ൽ കാണിച്ചിരിക്കുന്നു. സിമ്പിൾ ആയിട്ട് തന്നെ ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമേ ഇവിടെ പറയുന്നുള്ളൂ. റൊട്ടേഷൻ ഓഫ് വെൽഡ് 0 ഡിഗ്രി കണ്ടോ. റൊട്ടേഷൻ ഓഫ് വെൽഡ് 0 ഡിഗ്രി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, സെൻട്രിൽ കൂടെ ലൈൻ പോയിട്ടുണ്ട്. ഓക്കെ. നമുക്ക് വെൽഡ് സെൻട്രിൽ കൂടെ പോയിട്ടുള്ള ഈ ലൈനെ ആക്സിസ് മറ്റോ വിളിക്കാം, കുഴപ്പമില്ല. ഇനി ഇത്തരത്തിൽ ഇതേപോലെ തന്നെ ഈ സെൻട്രിൽ കൂടെ ഇതേ ലൈൻ ഇങ്ങനെ പോയിട്ടുണ്ട്. ഓക്കെ. ഓക്കെ ആണല്ലോ. ദേ ഇതേ ലൈൻ ഈ സെൻട്രിൽ കൂടെ ദേ സെയിം സെൻട്രൽ ലൈൻ ആണ് ഇതെന്ന് വിചാരിച്ചു. പക്ഷേ ദേ നമ്മുടെ ഇത് ചരിച്ചു വെച്ചിട്ടുണ്ട്. ഈ പീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചരിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇവിടുത്തെ ഒരു ആക്സിസ്. സോ ഇവിടെ എത്രയാണ് അതിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത്, 150 ഡിഗ്രിയാണ്. റൊട്ടേഷൻ എത്രയാണ്, 150 ഡിഗ്രിയാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ. ഈ വർക്ക് പീസ് എത്ര ഡിഗ്രി ചരിച്ച് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇവിടുന്ന് ഡയറക്റ്റ് ആണ് 180 ഡിഗ്രിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ചരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ആവുമ്പോഴോ ദേ ഇത്രയും ചരിച്ച് വെച്ചിട്ടുണ്ട്. 45 ഡിഗ്രി ചരിച്ച് വെച്ചിട്ടുണ്ട്. സോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി എന്ത് ചെയ്തിട്ടുണ്ട്, ചരിച്ചിട്ടുണ്ട്. അപ്പം ചരിച്ചിട്ട് സ്ലോപ്പ് അല്ല, സോറി, ഞാൻ ചരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ തന്നെ പറയണം. റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റുള്ള ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. ഒരു ബോക്സ് കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ബോക്സ് ഇതാണ്. പൊസിഷൻ, സിമ്പൽ, സ്ലോപ്പ്, റൊട്ടേഷൻ. ഈ സിമ്പലിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റിനകത്ത് സിമ്പൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അത് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടവർക്ക് കത്തും. ഫ്ലാറ്റ് ഓർ ഡൗൺ ഹാൻഡ് സിമ്പിൾ. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ചരിവ്. റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു കറങ്ങുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സ്ലോപ്പ് എന്നാണ് നേരത്തേക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഫ്ലാറ്റ് ഓർ ഡൗൺ ഹാൻഡ് എഫ് ആണ്. അപ്പം സ്ലോപ്പ് എന്ന് പറയുമ്പോൾ നോട്ട് എക്സീൻ 10 ഡിഗ്രി, 10 ഡിഗ്രിയിൽ കൂടുന്നില്ല അല്ലേ. റൊട്ടേഷനും അതുപോലെ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇനി ഇപ്പോൾ നമ്മുടെ റൊട്ടേഷൻ ആണ് നോക്കിയത്. ഇനി ഇതെന്ന് പറയുന്നത് സ്ലോപ്പ് ആൻഡ് റൊട്ടേഷൻ ആണ്. സ്ലോപ്പും റൊട്ടേഷനും കൂടിയുള്ള ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ സ്ലോപ്പ് 0 ഡിഗ്രിയാണ്, റൊട്ടേഷനും 0 ഡിഗ്രിയാണ്. കണ്ടോ, സ്ലോപ്പും 0 ഡിഗ്രിയാണ്, റൊട്ടേഷനും 0 ഡിഗ്രിയാണ്. പക്ഷെ ഇവിടെ നോക്കിയേ, സ്ലോപ്പ് ചരിവ് ഒരു 35 ഡിഗ്രി ഉണ്ട്. റൊട്ടേഷൻ എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ദേ ഇവിടെ 90 ഡിഗ്രി ഉണ്ട്. ഇനി ഇവിടെ നമുക്കറിയാം സ്ലോപ്പ് 0 ഡിഗ്രിയാണ്, പക്ഷെ റൊട്ടേഷൻ എന്താണ്, 90 ഡിഗ്രി ഉണ്ട്. ഇവിടെ നോക്കി, ഇവിടെ നിങ്ങളൊന്ന് പറഞ്ഞേ എന്താണ് സ്ലോപ്പ് എത്രയാണ്. ഓക്കെ. സ്ലോപ്പ് എന്ന് പറയുന്നത് അവിടെ എന്താണ്, നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. സ്ലോപ്പ് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഓക്കെ. ഞാൻ വിചാരിച്ചു ഈ എന്താണ്, ഓക്കെ. ഇവിടെ സ്ലോപ്പ് എത്രയാണ്, 0 ഡിഗ്രിയാണ്. റൊട്ടേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇത് വെൽഡിൻ ഫ്ലാറ്റ് പൊസിഷൻ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ഫിഗറുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഫിഗറിൽ ഇനി അടുത്തത് ബോക്സിലേക്ക് തന്നെ പോകാം. ബോക്സിലേക്ക് തന്നെ പോകാൻ മുമ്പ് വെൽഡ് സ്ലോപ്പ് ആൻഡ് വെൽഡ് റൊട്ടേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് all the 4 പൊസിഷൻ ഷോ ഇൻ ദ എബോവ്. ഡെഫിനിഷൻ ഓഫ് വെൽഡിംഗ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ദെയർ സ്ലോപ്പ് ആൻഡ് റൊട്ടേഷൻ ആംഗിൾ സ്റ്റേബിൾ ഗിവൺ ബിലോ. അപ്പം ഓരോന്നിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ. പൊസിഷൻ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഡൗൺ ഹാൻഡ്, സിമ്പിൾ എഫ് ആണ്. അവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് നോട്ട് എക്സീഡ് 10 ഡിഗ്രി, നോട്ട് എക്സീഡ്
വെർട്ടിക്കലിനും 10 ഡിഗ്രി റൊട്ടേഷനും. ഹൊറിസോണ്ടലി എച്ച് ആണ്. അവിടെയും സ്ലോപ്പ് 10 ഡിഗ്രി മുകളിൽ പോകുന്നില്ല. സോ ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് 10 ഡിഗ്രിയിൽ മുകളിൽ പോകുന്നുണ്ട്. പക്ഷേ എന്താണ് 90 ഡിഗ്രിയിൽ മുകളിലേക്ക് പോകാൻ പാടില്ല. വെർട്ടിക്കൽ ആകുമ്പോൾ ബി ആണ് സിമ്പൽ. എക്സീഡിങ് 45 ഡിഗ്രി റൊട്ടേഷൻ എന്തും ആവാം. ഓവർ ഹെഡ് ആകുമ്പോഴത്തേക്കിനും ഒ ആണ്. നോട്ട് എക്സീഡിങ് 45 ഡിഗ്രി, എക്സീഡിങ് 90 ഡിഗ്രി റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താ പറയുക, എക്സീഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, 90 ഡിഗ്രിയിലും അപ്പുറം പോകുമ്പോഴാണ്. നോട്ട് എക്സീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് നിൽക്കണം എന്നുള്ളതാണ്. ഓക്കെ, നിൽക്കുന്നു എന്നുള്ളതാണ്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. അവിടെ നിന്നും നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന ടോപ്പിക് ചെറിയൊരു ടോപ്പിക് തന്നെയാണല്ലേ. പ്രധാനമായിട്ടും നോക്കാനുള്ളത് വെൽഡിംഗ് പൊസിഷൻ നമുക്ക് മനസ്സിലായി. പിന്നെ ഈ വെൽഡിംഗ് പൊസിഷൻ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ തീരുമാനിക്കാം, ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്. ആക്സിസ് ഓഫ് വെൽഡും ഫേസ് ഓഫ് വെൽഡും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആംഗിൾ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ വെൽഡ് സ്ലോപ്പും വെൽഡ് റൊട്ടേഷനും നമുക്ക് എന്ത് ചെയ്യാം, എന്താണെന്നുള്ളത് നമുക്ക് കത്തി അതിനകത്ത് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ബോക്സ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ആ ഒരു ബോക്സിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ എന്ന് ഞാനൊന്ന് പരതട്ടെ. ഞാൻ നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് ഓരോ 10 ചോദ്യങ്ങൾ ഡെയിലി ഇടുന്നുണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ പിന്നിൽ നമുക്കൊരു 3 ഹവറിന്റെ എങ്കിലും അല്ലെങ്കിൽ 2 to 3 നമുക്ക് എന്ത് ചെയ്യാം, ടൈം ഉണ്ട്, എടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ട്, ഈ ടോപ്പിക്കിൽ നിന്നും ചിലപ്പോൾ എന്ത് ചെയ്യുക, അത്രയൊന്നും എടുക്കില്ല. ഇതിനകത്തുനിന്ന് 2 3 ക്വസ്റ്റ്യൻ കിട്ടിയാൽ കിട്ടി എന്നുള്ളതേ ഉള്ളൂ. അതിലൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം തന്നത് തന്നെയാണ്, ഈ ക്വസ്റ്റ്യൻ തന്നെ വരുള്ളൂ. അപ്പോൾ 2 3 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. ബാലൻസ് 7 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള, വ്യത്യസ്ത സെൻട്രൽ ഗവൺമെന്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്കിനെയും കൂടെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇടാനായിട്ട് പോകുന്നത്. കാരണം നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മാത്രം ഒരിക്കലും 10 ചോദ്യം കിട്ടില്ല. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഓക്കെ, എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ഈ ഒരു ക്ലാസ് മാത്രം കണ്ട് പഠിക്കാൻ നിൽക്കണ്ട. മുന്നേ സഞ്ചരിച്ചുകൊള്ളുക. ഞാൻ പതിയെ പിറകിലായിട്ട് വരാം. റിവിഷനായിട്ട് കാണുക. കാരണം നമ്മുടെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യാം, ഒന്ന് റെഫർ ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.